ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയിലേക്കാണ്. CMRLന് വീണ്ടും തിരിച്ചടി. എക്സാലോജിക് CMRL ഇടപാടിലെ നിർണായക രേഖകൾ ഇഡിക്ക് ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രേഖകൾ കൈമാറാൻ തടസ്സമില്ല എന്ന് SFIO അറിയിച്ചിട്ടുണ്ട്. രേഖകൾ വേണമെന്നാവശ്യപ്പെട്ട് ഇഡി നൽകിയ അപേക്ഷ കോടതി അനുവദിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ ഭാഗമായി 134 രേഖകളായിരുന്നു മുൻപ് ഇഡി ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ രേഖകൾ നൽകരുത് എന്നുള്ളതായിരുന്നു CMRLന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഈ വിഷയം കോടതിയിലേക്ക് എത്തുന്നത്. പക്ഷേ CMRLന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ഈ രേഖകൾ SFIOയ്ക്ക് കൈമാറാനാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഡിയുമായി ബന്ധപ്പെട്ട് കോടതി അന്വേഷണത്തിന് അനുമതി നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SFIO ഈ രേഖകൾ കൈമാറാൻ തടസ്സമില്ല എന്ന് അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഈ SFIയുടെ രേഖകൾ കൂടി ഇഡിയുടെ കൈവശം വരുന്നതോടുകൂടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഊർജിതമായി മുന്നോട്ട് പോകാൻ ഇഡിക്ക് സാധിക്കും എന്നതിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിലടക്കം അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിക്കാനായിരുന്നു ഇഡി ഉദ്യോഗസ്ഥർ അവിടെ തീരുമാനിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SFIയുടെ നിർണായക രേഖകൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഈ ഹർജിയിൽ കൂടി, അല്ലെങ്കിൽ ഈ ആവശ്യത്തിൽ കൂടി ഇപ്പോൾ അനുകൂലമായ നടപടി SFIO സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു, ഏറ്റവും പ്രധാനമായ ചില കണ്ടെത്തലുകൾ SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ മുൻപ് വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇഡി ആവശ്യപ്പെടുകയും ചെയ്തത്. ഇഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതി പച്ചക്കൊടി കാട്ടിയ സാഹചര്യമുണ്ട്. അപ്പോൾ SFIയുടെ രേഖകൾ കൂടി കിട്ടുന്നതോടുകൂടി ഏത് നിലയിൽ ഇഡിക്ക് അത് സഹായകരമാകുമെന്നുള്ളതാണ് കരുതുന്നത്? അതായത് ഇഡിയുടെ അന്വേഷണം പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന നിലപാടിലേക്ക് മാറിയിരുന്നു. അതിനുശേഷം വീണ ടി അടക്കം ചോദ്യം ചെയ്യാനാണ് ഇഡി തീരുമാനിച്ചിരുന്നത്. അതിന്റെ ഭാഗമായാണ് SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ തേടി ഇഡി കോടതിയെ സമീപിച്ചത്. കൊച്ചിയിലെ സാമ്പത്തിക കമ്പനികാര്യ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയെ സമീപിച്ചത്. 134 രേഖകൾ വേണമെന്നാണ് ഇഡി ആവശ്യപ്പെട്ടത്. അതിൽ വീണയും CMRLും തമ്മിലുണ്ടാക്കിയ 2016 കരാറ്, എക്സാലോജിക്കും CMRLും 2017 ഉണ്ടാക്കിയ കരാറ്, എക്സാലോജിക്കിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വീണ ടിയുടെ IT റിട്ടേൺ വിശദാംശങ്ങൾ, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ കമ്പനി ലോൺ വിശദാംശങ്ങൾ, ഒപ്പം തന്നെ വീണയുടെ ലോൺ തിരിച്ചടവിന്റെ വിശദാംശങ്ങൾ, ഈ രേഖകളടക്കം 134 രേഖകളാണ് ഇഡി ചോദിച്ചത്. ആ രേഖകൾ ഇപ്പോൾ നൽകാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. CMRL നൽകരുതെന്ന് കോടതിയിൽ വാദം ഉന്നയിച്ചിരുന്നു. രാവിലെയാണ് ഹർജി പരിഗണിച്ചത്, അപേക്ഷ പരിഗണിച്ചത്. അതിനുശേഷം ഉച്ചയ്ക്ക് CMRLന്റെ അഭിഭാഷകൻ നേരിട്ട് ഓൺലൈനായി ഹാജരാകുകയും ഇത് നൽകരുത്, അതായത് ഈ കേസിൽ നേരത്തെ ഡൽഹി ഹൈക്കോടതിയിലടക്കം സ്റ്റേ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരം രേഖകൾ ഇഡിക്ക് കൈമാറരുത് തുടങ്ങിയ തടസ്സവാദങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. പക്ഷേ കോടതി അത് പരിഗണിച്ചില്ല. ഇഡിക്ക് അനുകൂലമായ വിധിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇപ്പോൾ ഇഡിക്ക് ഈ രേഖകൾ SFIO റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ രേഖകൾ 134 രേഖകളും നൽകാൻ കൊച്ചിയിലെ സാമ്പത്തിക കമ്പനികാര്യ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഉത്തരവിട്ടിരിക്കുന്നു. അത് ഇഡിയെ സംബന്ധിച്ച് വലിയ അനുകൂല നിലപാടാണ്. കാരണം വീണ ടി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതിന് മുമ്പ് പരമാവധി തെളിവുകൾ ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളത് ഇഡിക്ക് മുമ്പിലുള്ള ശ്രമകരമായ ദൗത്യമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളൊക്കെ ഇഡി ചൂണ്ടിക്കാണിച്ചത് വീണയുടെ സ്റ്റേറ്റ്മെന്റ്, IT റിട്ടേൺസ് അടക്കമുള്ള വസ്തുക്കളാണ്. അതെല്ലാം ഇപ്പോൾ ഇഡിയിലേക്ക് വരികയാണ്. ഇഡി അതെല്ലാം പരിശോധിച്ച ശേഷം, വിശദമായി പരിശോധിച്ച ശേഷം ഇഡി വീണ ടി അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് അയക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും വളരെ SFIO ഇതിലൊരു തടസ്സവാദവും ഉന്നയിച്ചില്ല. ഇഡിക്ക് രേഖകൾ കൈമാറുന്നതിൽ തടസ്സമില്ല എന്ന് SFIO അഭിഭാഷകൻ കൂടി അറിയിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രേഖകൾ കൈമാറിയിട്ടുള്ളത്. വലിയ തിരിച്ചടി തന്നെയാണ് CMRLനെ സംബന്ധിച്ച് നേരിടുന്നത്. അപ്പോൾ പിന്നെ ഇനി തുടർ നീക്കങ്ങൾ CMRLന്റെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലായിരിക്കും വിഷ്ണു? ഈ ഹർജികൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും തുടർ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിനിപ്പോൾ എത്രത്തോളം CMRL അതിന് മെനക്കെടുമെന്ന കാര്യം അറിയില്ല. നേരെ മറിച്ച് ഇഡി അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് അവർ സുപ്രീം കോടതിയിലേക്ക് പോകുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് CMRL പ്രധാനമായും ഇതിന്റെ സാങ്കേതികത്വമൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചത്. അതായത് ഈ കക്ഷി, അതായത് CMRL ഈ കേസിന്റെ കക്ഷിയല്ല. അതായത് ഇഡിയും അതോടൊപ്പം തന്നെ SFIOയുമാണ് ഇതിൽ നിൽക്കുന്നത്. അതിൽ CMRL കക്ഷിയല്ല. അങ്ങനെ തങ്ങളുടെ രേഖകൾ കൈമാറുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ CMRL മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി നേരത്തെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി, അതായത് പത്തനംതിട്ട റാന്നി കോടതി അന്ന് SIT അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘമൊക്കെ രജിസ്റ്റർ ചെയ്ത FIR ഇഡി ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെ ഇഡി ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ആ രേഖകൾ ഇഡിക്ക് ലഭ്യമാവുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡൽഹി കോടതിയുമായി ബന്ധപ്പെട്ട ഒരു വിധി ഓൾറെഡി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് SFIOയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ തുടർന്നാണ്. മറ്റൊരു കാര്യം, ഇഡി ECR രജിസ്റ്റർ ചെയ്യാത്ത കേസായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു CMRLന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
വാദം, ആ വാദം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഖണ്ഡിച്ചതോടുകൂടി ഇഡിക്ക് അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇഡിയുടെ പക്കലുള്ള തെളിവുകൾ അത് എത്രമാത്രമാണ് എന്നുള്ളത് നമുക്കറിയില്ല. അവിടെയാണ് ഇതിനോടകം തന്നെ ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള SFIയുടെ റിപ്പോർട്ട് മുൻപ് വരികയും ചെയ്തിരുന്നു. അപ്പോൾ അത് ഇഡിയിലേക്ക് വരുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇനിയിപ്പോൾ CMRL സുപ്രീം കോടതിയിലേക്ക് പോകുമോ എന്നുള്ള സംശയം അവിടെ നിലനിൽക്കുമ്പോൾ പോലും ഡൽഹി ഹൈക്കോടതി വിധി ഓൾറെഡി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ വിഷ്ണു. അപ്പോൾ അത്തരത്തിലൊരു ക്ലാഷ് അതെങ്ങനെയാണ്? ഇന്നിപ്പോൾ CMRL ആൾക്കാരും തന്നെ കോടതിയിൽ വാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അത് വാദിച്ചിരുന്നു. SFIയും അതോടൊപ്പം തന്നെ CMRലും തമ്മിലുള്ള കേസുമായി ബന്ധപ്പെട്ട് SFIO റിപ്പോർട്ടൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാദിച്ചിരുന്നു. പക്ഷേ ഇഡിയുടെ അന്വേഷണം കമ്പനികാരി ആക്ട് പ്രകാരമുള്ള അന്വേഷണമല്ല, അത് PMLA ആക്ട് പ്രകാരം അന്വേഷണമാണ്. അത് വേറെ തന്നെ ഒരു അന്വേഷണമാണ്. അതായത് SFIO കുറേയേറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇഡിയുടെ അന്വേഷണം. അത് പക്ഷേ അത് PMLA ആക്ടിന്റെ സ്വഭാവത്തിലേക്ക് മറ്റൊരു ഏജൻസിയാണ് ഏറ്റെടുക്കുന്നത്. സ്വാഭാവികമായും ആ സ്റ്റേ ഇഡിക്ക് ബാധകമാകേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഇഡി അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തത്. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതായത് രേഖകൾ പിടിച്ചു വെക്കാനാകില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. ഒരു അന്വേഷണ ഏജൻസി ഒരു കേസുമായി ബന്ധപ്പെട്ട് ഓൾറെഡി അന്വേഷിച്ച ഒരു കേസ് ആ ഏജൻസിയുടെ റിപ്പോർട്ട് മറ്റൊരു ഏജൻസിക്ക് കൈമാറുന്ന ആ രേഖകൾ പിടിച്ചു വെക്കാനാകില്ല. കാരണം അത് ഓൾറെഡി ഒരു അന്വേഷണത്തിന്റെ ഭാഗമായ രേഖകളാണ്, അത് പിടിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല തുടങ്ങിയ കാര്യങ്ങൾ കോടതിയും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇഡിക്ക് അനുകൂലമായ നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. SFIO റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ, പ്രത്യേകിച്ച് വീണ ടിയുടെ IT റിട്ടേൺസ്, CMRL എക്സാലോജിക്ക് കരാറ്, വീണ ടിയും CMRലും തമ്മിലുള്ള കരാറ്, ഇതിന്റെ ഈ എംപവർ ഇന്ത്യ ലിമിറ്റഡിന്റെ ലോൺ വിവരങ്ങൾ, വീണ തിരിച്ചടച്ചിട്ടുള്ള ലോണുമായി ബന്ധപ്പെട്ട് തിരിച്ചടച്ചിട്ടുള്ള വിശദാംശങ്ങൾ അടങ്ങിയ രേഖകളൊക്കെ കൈമാറാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശം അല്പസമയത്തിനകം തന്നെ ഓർഡറായി പുറത്തിറങ്ങും. ആ ഓർഡർ ലഭ്യമായ ശേഷം ആ വിവരങ്ങൾ ഇഡിക്ക് ലഭിക്കും. ആ വിവരങ്ങൾ ഇഡി പരിശോധിച്ച് അതിന്റെ വിവരങ്ങൾ എല്ലാ കാര്യങ്ങളും ഇഴകീറി പരിശോധിച്ച ശേഷമായിരിക്കും വീണ ടി അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകാനുള്ള നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുക. നോട്ടീസ് നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട തെളിവുകളായി ഇഡി കണക്കാക്കാൻ പോകുന്നതും ഒരുപക്ഷെ ഈ രേഖകൾ, നേരത്തെ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ രേഖകളും ഒരു പ്രധാനപ്പെട്ട ഭാഗമായി ഇഡി കണക്കാക്കുന്നുണ്ട്. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.